നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയുടെ സാമ്പത്തിക കുതിപ്പും നയതന്ത്രപരമായ മാറ്റങ്ങളും എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നരേന്ദ്രമോദിയുടെ ഭരണകാലത്ത് ഇന്ത്യ സാമ്പത്തിക വിദേശ നയ രംഗങ്ങളിൽ ശ്രദ്ധേയമായ പരിവർത്തനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ആരോഗ്യവും പുരോഗതിയും അളക്കുന്നതിനുള്ള ഏറ്റവും നിർണായകമായ സൂചകങ്ങളാണ് മൊത്ത ആഭ്യന്തര ഉൽപാദനം (GDP), പ്രതിശീർഷ വരുമാനം എന്നിവ. മോദി ഭരണത്തിന് മുൻപും ശേഷവുമുള്ള പ്രധാന സാമ്പത്തിക അളവുകൾ അന്താരാഷ്ട്ര സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഡാറ്റ ഉപയോഗിച്ച് താരതമ്യം ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് പരിശോധിക്കാം. വർഷം 2013 GDP $1.86 ട്രില്യൺ, അതായത് 10ാം സ്ഥാനത്ത്. 2025 ആയപ്പോഴേക്കും അത് $4.19 ട്രില്യൺ, 4ാം സ്ഥാനത്തേക്ക്. അതായത് GDPയുടെ സ്ഥാനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ലോക റാങ്കാണ്, 4ാം സ്ഥാനത്ത്. ഈ കണക്കുകൾ പ്രകാരം ഒരു ദശശതാബ്ദത്തിനുള്ളിൽ ഇന്ത്യയുടെ GDP ഇരട്ടിയിലധികം വർദ്ധിച്ചു. ഇത് രാജ്യത്തിന്റെ അസാധാരണ സാമ്പത്തിക വികസനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഡാറ്റ സർക്കാരിന്റെ ആഭ്യന്തര അവകാശങ്ങളല്ല, മറിച്ച് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, വേൾഡ് ബാങ്ക് തുടങ്ങിയ അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ നൽകുന്നതാണ് എന്നത് ഇതിന്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നു. ഇനി പ്രതിശീർഷ വരുമാനം പെർ ക്യാപിറ്റൽ ഇൻകം ഗ്രോത്ത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. 2013 $1,438, $2,880 വർദ്ധിച്ചു. അത് 2025 ആയപ്പോഴേക്കും $2,880 വർദ്ധിച്ചു. പ്രതിശീർഷ വരുമാനത്തിലും ഏതാണ്ട് ഇരട്ടി വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് സാമ്പത്തിക വളർച്ചയുടെ നേട്ടങ്ങൾ കൂടുതൽ വ്യാപകമായി ജനങ്ങളിലേക്ക് എത്തുന്നു. ഈ കരുത്തുറ്റ സാമ്പത്തിക അടിത്തറയാണ് അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യക്ക് ആവശ്യമായ ആത്മവിശ്വാസം നൽകുന്നത്. ഇന്ത്യയുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ ഇന്ത്യ-US ബന്ധത്തിന് നിർണായക സ്ഥാനമുണ്ട്. വൻ ശക്തി രാഷ്ട്രീയത്തിന്റെയും സാമ്പത്തിക നയതന്ത്രത്തിന്റെയും സങ്കീർണമായ പശ്ചാത്തലത്തിൽ നിലവിലെ സർക്കാർ ഈ ബന്ധത്തെ സമീപിക്കുന്നത് ദൗർബല്യമായിട്ടല്ല, മറിച്ച് ഡൊണാൾഡ് ട്രംപിനെ പോലുള്ള ഒരു ഭരണാധികാരിയുടെ മുന്നിൽ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള പക്വതയാർന്നതും കണക്കുകൂട്ടലുകളോട് കൂടിയതുമായ ഒരു തന്ത്രമായാണ്. അമേരിക്കൻ പ്രസിഡന്റുമായി നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് ഹാനികരമാകും. മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ, ആപ്പിൾ, ആമസോൺ തുടങ്ങിയ അമേരിക്കൻ ടെക് ഭീമന്മാരിൽ നിന്നുമുള്ള ശതകോടിക്കണക്കിന് ഡോളറിന്റെ നിക്ഷേപങ്ങളെ ഇത് അപകടത്തിലാക്കിയേക്കാം. അതിനാൽ വ്യക്തിപരമായ പ്രതിച്ഛായയ്ക്കോ ജനകീയ കയ്യടിക്കോ വേണ്ടി പ്രകോപനപരമായി പ്രതികരിക്കുന്നതിന് പകരം പ്രധാനമന്ത്രിയുടെ ഈ സംയമനം രാജ്യത്തിന്റെ ദീർഘകാല സാമ്പത്തിക ലക്ഷ്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന പക്വതയാർന്ന ഭരണ നേതൃത്വത്തിന്റെ സൂചനയായി വിലയിരുത്തപ്പെടുന്നു. ഈ ഒരു തന്ത്രപരമായ സംയമനം വിധേയത്വമല്ലെന്ന് ഇന്ത്യ പല തവണ തെളിയിച്ചിട്ടുണ്ട്. അമേരിക്കൻ സമ്മർദ്ദങ്ങളെ അവഗണിച്ച് ഇന്ത്യ നിർണായക തീരുമാനങ്ങൾ എടുത്ത നിരവധി സന്ദർഭങ്ങളുണ്ട്. ഡൊണാൾഡ് ട്രംപിന്റെ ഉപരോധ ഭീഷണി നിലനിൽക്കെ തന്നെ റഷ്യയിൽ നിന്ന് S-400 മിസൈൽ പ്രതിരോധ സംവിധാനം വാങ്ങാനുള്ള തീരുമാനവുമായി ഇന്ത്യ മുന്നോട്ട് പോയി. ഈ കാരണത്താൽ അമേരിക്ക തുർക്കിക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു എന്നത് ഈ തീരുമാനത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് അമേരിക്കൻ സമ്മർദ്ദം ശക്തമായിരുന്നിട്ടും ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടർന്നു. ഇത് ഇന്ത്യയുടെ സ്വതന്ത്ര വിദേശ നയത്തിന്റെ തെളിവാണ്. മാത്രമല്ല 50% മുതൽ 500% വരെ താരിഫ് ചുമത്തുമെന്ന ട്രംപിന്റെ ഭീഷണികൾക്ക് മുന്നിൽ ഇന്ത്യ വഴങ്ങിയില്ല. അമേരിക്കൻ ആവശ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ എളുപ്പത്തിൽ മുട്ടുകുത്തില്ലെന്ന് ഇത് വ്യക്തമാകുന്നു. വളരെ പ്രായോഗികതയും ദൃഢനിശ്ചയവും സമന്വയിപ്പിക്കുന്ന ഈ സമീപനം ആഭ്യന്തര രംഗത്ത് സർക്കാർ കൈക്കൊണ്ട നിർണായക തീരുമാനങ്ങളിലും പ്രകടമാണ്. അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളും ആഭ്യന്തര എതിർപ്പുകളും ഭയന്ന് മുൻ സർക്കാരുകൾ പരിഹരിക്കാൻ മടിച്ച ദീർഘകാലമായി നിലനിൽക്കുന്ന തർക്ക വിഷയങ്ങളും നേരിടാനുള്ള മോദി സർക്കാരിന്റെ ഇച്ഛാശക്തിയുമാണ് ഈ വിഭാഗം പരിശോധിക്കുന്നത്. അന്താരാഷ്ട്ര സമ്മർദ്ദം ഭയന്ന് ജവഹർലാൽ നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെയുള്ള പ്രധാനമന്ത്രിമാർ ചെയ്യാൻ മടിച്ച ഒരു നടപടിയായിരുന്നു ഇത്. മുൻകാലങ്ങളിൽ ഭീകരാക്രമണങ്ങളോട് സംയമനം പാലിച്ചിരുന്ന നയത്തിൽ നിന്ന് മാറി പാകിസ്ഥാനെതിരെ 2016 2019 സൈനികമായി തിരിച്ചടിക്കാൻ സർക്കാർ തീരുമാനിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെ. അതുപോലെ തന്നെ മുത്തലാഖ് നിർത്തലാക്കൽ ഒരു സുപ്രധാന സാമൂഹ്യ പരിഷ്കരണമായിരുന്നു ഈ നിയമനിർമ്മാണം. മറ്റൊന്ന് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് പദവി, സൈനിക കമാൻഡ് ഘടനയിലെ നിർണായകമായൊരു പരിഷ്കരണമായിരുന്നു ഇത്. പിന്നെ പൗരത്വ ഭേദഗതി നിയമം. വ്യാപകമായ പ്രതിഷേധങ്ങൾക്കിടയിലും സർക്കാർ ഈ നിയമവുമായി മുന്നോട്ട് തന്നെ പോയി. ആഭ്യന്തര രംഗത്തെ ഈ ദൃഢനിശ്ചയം ഇന്ത്യയുടെ വിദേശ നയത്തിലും പ്രകടമാണ്. മുൻകാലങ്ങളിലെ ആശങ്കകൾ കൈവെടിഞ്ഞ് കൂടുതൽ പ്രായോഗികമായ ഒരു സമീപനത്തിലേക്ക് രാജ്യം മാറുന്നതിൻ്റെ സൂചനയാണിത്. ഇന്ത്യയുടെ വിദേശ നയത്തിൽ ഒരു ദാർശനികമായ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ചരിത്രപരമായ ചേരിചേരാ നയത്തിൽ നിന്ന് മാറി നിലവിലെ സർക്കാർ മൾട്ടി അലൈൻമെൻറ്റ്, അതായത് ബഹുമുഖ സഹകരണം എന്ന പ്രായോഗിക സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഈ പുതിയ നിയമത്തിൻ്റെ കേന്ദ്രബിന്ദു ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയാണ്.
ഇതിനർത്ഥം ഒരു പക്ഷവും ചേരാതെ അമേരിക്കയും റഷ്യയും പോലുള്ള എതിരാളികൾ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളുമായും സഖ്യങ്ങളുമായി സഹകരിച്ച് ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾ പരമാവധി സംരക്ഷിക്കുക എന്നതാണ്. ഈ നയം പ്രവർത്തനത്തിൽ വന്നതിൻ്റെ ഉദാഹരണങ്ങൾ നിരവധിയാണ്. അമേരിക്കയുമായും റഷ്യയുമായും ഒരേ സമയം സൗഹൃദപരമായ ബന്ധം നിലനിൽക്കുന്നു. മുൻകാല നേതാക്കൾ ഭയപ്പെട്ടിരുന്ന ഇസ്രായേലുമായി ശക്തമായ നയതന്ത്ര ബന്ധം സ്ഥാപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാവുകയും ചെയ്തു. അതുമാത്രമല്ല, ഇസ്രായേൽ പ്രധാനമന്ത്രിയെ അദ്ദേഹം ഇന്ത്യയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്തു. ഇന്ത്യയെപ്പോലുള്ള വളർന്നു വരുന്ന ശക്തികൾ പഴയ ഏകധ്രുവ ലോകക്രമത്തെ വെല്ലുവിളിക്കുന്ന സങ്കീർണമായ ഒരു ലോകത്ത് മുന്നോട്ട് പോകാൻ ഈ വഴക്കമുള്ള വിദേശ നയം അത്യന്താപേക്ഷിതമാണ്. ചുരുക്കി പറഞ്ഞാൽ, നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആഭ്യന്തരവും അന്തർദേശീയവുമായ എല്ലാ പ്രവർത്തനങ്ങളുടെയും പിന്നിലെ പ്രധാന പ്രേരക ശക്തി ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ദീർഘകാലാടിസ്ഥാനത്തിൽ ശക്തിപ്പെടുത്തുക എന്ന ഒരൊറ്റ ലക്ഷ്യമാണ്. അമേരിക്കയുടെ നിലവിലെ പ്രകോപനപരമായ നിലപാടുകളെ ഏകധ്രുവ ലോകക്രമം അവസാനിക്കുന്നതിലുള്ള ഒരു പ്രബല ശക്തിയുടെ സ്വാഭാവിക പ്രതികരണമായി വിലയിരുത്താവുന്നതാണ്. ഇത് അണയാൻ പോകുന്ന അഗ്നിയുടെ അവസാനത്തെ ആളിക്കത്തലായി കാണാം. അതിനാൽ ഹ്രസ്വകാല സംഘർഷങ്ങളിൽ ഊർജം നഷ്ടപ്പെടാതെ സ്വന്തം സാമ്പത്തികവും തന്ത്രപരവുമായ വളർച്ചയിൽ നിശബ്ദമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇന്ത്യയുടെ നയം.